+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഒക്കെ എല്ലാവരുടെയും വന്നിട്ടുണ്ടായിരിക്കും, എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു ദിവസം നമ്മളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനൊരു ഉത്തരവായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. +2 കഴിഞ്ഞു, ഇനി ഏത് ഡിഗ്രി എടുക്കണം? ഏതെങ്കിലും ഒരു ഡിഗ്രി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സാധ്യതകൾ എന്താണ്? എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമോ? അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ് ഇപ്പോൾ +2 കഴിഞ്ഞ എല്ലാ സ്റ്റുഡൻസിനും ഉള്ളത്. അപ്പോൾ അവർക്കൊരു ഉത്തരവായിട്ടാണ് ആദിൽ സാറിൻ്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 2 ബാച്ച് ഫില്ലാണ്. ഇനിയും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് തികച്ചും സൗജന്യമായിട്ടാണ്. അപ്പോൾ ഇനി ഒട്ടും ടൈം കളയണ്ട. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹാൾ ടിക്കറ്റ് എല്ലാവരുടെയും ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ്, വളരെ അപൂർവം സ്റ്റുഡൻസ് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സാം സെൻറ്റർ ഒരുപാട് ലോങ് ആണ്. അത് കാരണം എന്തെങ്കിലും ഒരു ഓപ്ഷൻ, എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നാണ് എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എക്സാം സെൻറ്റർ കിട്ടുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചധികം ലോങ്ങിലേക്ക് പോകേണ്ടി വരുന്നത്. നമുക്ക് 3 റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിലും ഒരുപാട് കോളേജസ് അവൈലബിൾ ആണ്. പക്ഷേ സീറ്റ് വളരെ ലിമിറ്റഡ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ ദൂരത്തോട്ട് എക്സാം എഴുതാൻ പോകേണ്ടി വരും. അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത എക്സാമിനെങ്കിലും നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്ത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, യാതൊരു ഓപ്ഷനും ഇല്ല എന്നുള്ളത്. പിന്നെ ചില സ്റ്റുഡൻസ് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നത്, കഴിഞ്ഞ തവണ കസിൻസിന് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കിട്ടി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ചേഞ്ച് ചെയ്തായിരുന്നു, അപ്പോൾ അവർക്ക് മെയിൽ അയച്ചു, അപ്പോൾ റിപ്ലൈ വന്നത് ചേഞ്ച് ചെയ്തിട്ടാണ് എന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച്, യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്യാൻ നമ്മൾ അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യാതൊരു കാരണവശാലും എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ചില സ്റ്റുഡൻസ് ഇന്നലെ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മെയിൽ അയച്ചായിരുന്നു റീജിയണൽ സെൻറ്ററിന്. അവർ കൃത്യമായ മറുപടിയും റീജിയണൽ സെൻറ്ററുകാർ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്യാൻ യാതൊരു ഓപ്ഷനും ഇല്ല എന്നുള്ളത്. അപ്പോൾ ആരും എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല. എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത്തവണ കുറച്ച് ദൂരത്തോട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്, അത് കാരണം നെക്സ്റ്റ് ഡിസംബർ ജാനുവരിയിൽ എഴുതാം എന്നുള്ളതാണ്. അവരോടും എനിക്ക് പറയാനുള്ളത്, നെക്സ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള കോളേജ് കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അടുത്ത തവണ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തതിനേക്കാളും ചിലപ്പോൾ ദൂരത്തായിരിക്കും കിട്ടുക. അപ്പോൾ ഏറ്റവും നല്ലത്, നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്രാവശ്യം തന്നെ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് ദൂരത്തോട്ടാണ് പോകേണ്ടത് എങ്കിലും മാക്സിമം, നമുക്കറിയാം ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 സബ്ജക്റ്റിൻ്റെ കാര്യമുള്ളൂ, അതായത് 8 ദിവസത്തിൻ്റെ കാര്യമുള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ടല്ല, നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു 8 ദിവസം നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാവണം. നമുക്കറിയാം ഇപ്പോൾ PSC പോലുള്ള എക്സാമുകൾ നമ്മൾ എവിടെ ആയാലും നമ്മൾ അതിന് എഫേർട്ട് എടുത്ത് പോകും. ആ ഒരു എഫേർട്ട് ഈ ഒരു എക്സാമിന് എടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ദൂരം ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ എക്സാം എഴുതാതിരിക്കരുത്. മാക്സിമം എല്ലാവരും എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അക്കാദമിക് ഇയറിൽ തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു കാര്യമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ, എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്ററും അങ്ങനെ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല.
എല്ലാവരും അത് മൈൻഡിൽ വെക്കുക. എക്സാം സെൻറ്റർ, ഹാൾ ടിക്കറ്റിൽ കിട്ടിയ എക്സാം സെൻറ്റർ എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതുക. അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ്, 2-3 തവണ ഞങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്തു, പല കോളേജുകളിലാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഏത് കോളേജിലാണ് എഴുതേണ്ടത്, ഹാൾ ടിക്കറ്റിൽ കിട്ടിയ കോളേജിൽ തന്നെയാണോ എന്നുള്ളതാണ് മറ്റൊരു വിഭാഗം സ്റ്റുഡൻസിൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഹാൾ ടിക്കറ്റിലെ എല്ലാ എക്സാമുകളും ഒരു കോളേജിൽ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് ഹാൾ ടിക്കറ്റിൽ ഏത് കോളേജാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എക്സാം സെൻറ്റർ ആയിട്ട്, ആ കോളേജിൽ തന്നെയാണ് എല്ലാ എക്സാമുകളും എഴുതേണ്ടത്. അല്ലാതെ 2 എക്സാം വേറൊരു കോളേജിൽ, 3 എക്സാം വേറൊരു കോളേജിൽ, അങ്ങനെയല്ല. എല്ലാ എക്സാമും ഹാൾ ടിക്കറ്റിൽ ഏത് എക്സാം സെൻറ്റർ ആണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അവിടെ തന്നെയാണ് പോയി എഴുതേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് ഹാൾ ടിക്കറ്റ് റിലേറ്റ് ചെയ്ത, എക്സാം സെൻറ്റർ റിലേറ്റ് ചെയ്ത ഡൗട്ട്സ് ഒക്കെ നിങ്ങളുടെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാൾ ടിക്കറ്റ് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.